ഖവാരിജിനെക്കുറിച്ചും മുർജിഅത്തിനെക്കുറിച്ചുമൊക്കെ നമ്മൾ ഇന്നലെ അവരുടെ രണ്ട് വിരുദ്ധ നിലപാടുകൾ സൂചിപ്പിച്ചു. അതിൻ്റെ ഇടയിലാണ് എന്ത് എന്നും പറഞ്ഞു, അഹ്ലുസുന്നയുടെ നിലപാട്. അഹ്ലുസുന്നയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിശ്വാസവും നാവുകൊണ്ട് പറയുന്ന ഷഹാദത്തും അതുപോലെ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന കർമ്മങ്ങളുമെല്ലാം എന്തു തന്നെയാണ്? ഈമാൻ തന്നെയാണ്. അതിനെക്കുറിച്ചൊക്കെ ഈമാൻ എന്ന് തന്നെ പറയും. ആലങ്കാരിക പ്രയോഗമല്ല, ഹഖീഖത്തൻ തന്നെയുള്ള പ്രയോഗം. ഇതാണ് സലഫിൻ്റെ നിലപാട്. ഇമാം ബുഖാരിയുടെ ഒക്കെ സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന ഒന്നാമത്തെ അധ്യായമാണോ രണ്ടാമത്തെ അധ്യായമാണോ പ്രത്യേകിച്ച് എനിക്കറിയില്ല, രണ്ടാമത്തെ അധ്യായം സ്വഹീഹുൽ ബുഖാരിയുടെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ കാണാം ഇമാം ബുഖാരി പറഞ്ഞത് അൽ ഈമാനു ഖൗലുൻ വ അമൽ. അൽ ഈമാനു ഖൗലുൻ വ അമൽ. എന്നാൽ അശ്അരികൾ പറയുന്നത്, മുർജിഉകൾ പറയുന്നത് അൽ ഈമാനു തസ്ദീഖുൻ ബിൽ ഖൽബ്. ഇത്രയേ ഉള്ളൂ. ഹൃദയത്തിലെ വിശ്വാസത്തിന് മാത്രമാണ് എന്തെന്ന് പറയാം? ഈമാൻ എന്ന് പറയാം. ഇത് ആരുടെ വിശ്വാസമാണ്? മുർജിഉകളുടെ. കർമ്മത്തിന് പ്രാധാന്യം കുറച്ച് കാണിക്കുന്നവരുടെ. ഖവാരിജിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അത് തെറ്റാണ്. മുർജിഉകളുടെ നിലപാട് തെറ്റാണ് എന്ന് കരുതിയിട്ട് നമുക്ക് എവിടേക്ക് പോകാനും പറ്റില്ല. ഖവാരിജിൻ്റെ നിലപാടിലേക്ക് പോകാനും പറ്റില്ല. കാരണം ഖവാരിജുകൾ എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രസ്ഥാനത്തിലെ ഏറ്റവും ആദ്യത്തെ പുത്തൻ ആശയക്കാരാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലേ? എന്നാൽ ഖവാരിജ് തെറ്റാണ് എന്ന് കരുതിയിട്ട് നേരെ വിരുദ്ധ ദിശയിലുള്ള മുർജി പ്രസ്ഥാനത്തിലേക്ക് കടക്കാൻ പറ്റുമോ? അതും പറ്റൂല. കാരണം അവർ കർമ്മങ്ങളെ രണ്ടാം സ്ഥാനത്താക്കി കാണിച്ചു. കർമ്മങ്ങളെക്കുറിച്ച് ഈമാൻ എന്ന് പറയുന്നതിനെ അവർ വിലക്കി. ഈമാൻ എന്ന് പറയാൻ പറ്റില്ല. അത് ആലങ്കാരികമായിട്ട് വേണമെങ്കിൽ പറയാം. ഖുറാനിലും ഹദീസിലുമൊക്കെ കർമ്മങ്ങളെക്കുറിച്ച് ഈമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഓൽക്ക് അറിയാം. ഏതുപോലെ വമാ കാനല്ലാഹു ലിയുദിയ ഈമാനക്കും എന്ന് സൂറത്തുൽ ബഖറയിൽ കാണാം ഒരു സ്ഥലത്ത്. നിങ്ങളുടെ നിസ്കാരം അള്ളാഹു പാഴാക്കി കളയൂല. അതിന് അള്ളാഹ് പ്രയോഗിച്ച പദം വമാ കാനല്ലാഹു ലിയുദിയ ഈമാനക്കും. ഈമാനക്കും എന്ന് പറഞ്ഞാൽ ഐ സ്വലാത്തക്കും എന്ന് എല്ലാ വ്യാഖ്യാതാക്കളും പറഞ്ഞതായി കാണാം. അതുപോലെ ഹദീസിൽ കാണാം അൽ ഈമാനു ബിളുൻ വസബൂന ശുഅബ. നിങ്ങൾ കേട്ടിട്ടുള്ള ഹദീസായിരിക്കും, ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച. ഞാനീ പറയുന്ന പദം മുസ്ലിമിൻ്റെ പദമാണ്. ബുഖാരിയുടെ പദം ബിളുൻ വസിത്തൂന ശഅബ. എന്നാൽ അതിനേക്കാളും സ്വഹീഹായ റിപ്പോർട്ട് ബിളുൻ വ സബൂൻ എന്തെങ്കിലും ആവട്ടെ. എന്നിട്ട് 70 ചില്ലാനം ശാഖകൾ എന്ന് ഈമാനിനെ പരിചയപ്പെടുത്തി. അലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു അദ്നാഹ ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്. അല്ലേ? വഴിയിൽ നിന്ന് ഒരു തടസ്സം മാറ്റി വെക്കുന്നതിനെക്കുറിച്ച് പോലും പ്രവാചകൻ എന്തെന്നാണ് പറഞ്ഞത്? ഈമാൻ എന്നാ പറഞ്ഞത്. അപ്പോൾ അതും ഈമാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയലും ഈമാനാണ്. അത് വിശ്വസിക്കലും ഈമാനാണ്. മദ്യപിക്കാതിരിക്കൽ ഈമാനാണ്. മോഷ്ടിക്കാതിരിക്കൽ ഈമാനാണ്. അപ്പോൾ ഇതെല്ലാം ഈമാനാണ്. ഇതാണ് സലഫിൻ്റെ നിലപാട്. നേരത്തെ ഞാൻ പറഞ്ഞാൽ ഇമാം ബുഖാരിയുടെ ഒരു പ്രസ്താവന കാണാം. ഞാൻ എൻ്റെ ഈ കിതാബിൽ സ്വഹീഹുൽ ബുഖാരിയിൽ അൽ ഈമാനു ഖൗലുൻ വ അമലുൻ എന്ന് പറയാത്ത ഒരാളുടെയും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇമാം ബുഖാരിയുടെ ഹദീസുകളിൽ ആരുണ്ടാവും? കൈമാറ്റ പരമ്പര ഉണ്ടാവും അല്ലേ? ഒരു ഹദീസിന് തന്നെ 3, 4, 5, 6 ഗുരുനാഥന്മാരുണ്ടാവും. എൻ്റെ ഉസ്താദ് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഉസ്താദ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് കേട്ടു. അങ്ങനെയല്ലേ ഹദീസ് ഉണ്ടാവുക? അപ്പോൾ ഇതിൻ്റെ പരമ്പരയിൽ ഇമാം ബുഖാരിയുടെ ഹദീസുകളുടെ 7000 ചില്ലാനം ഹദീസുകളുണ്ട്. അത്രത്തോളം പരമ്പരകളുണ്ടാവും അല്ലേ? ഈ പരമ്പരകളിലൊക്കെ ചെറിയ ചെറിയ ആശയ പ്രശ്നങ്ങളുള്ളവരുണ്ട്. എല്ലാവരും സുന്നികളല്ല. ചെറിയ ഷിയാക്കളുണ്ട്. എന്ന് പറഞ്ഞാൽ ഷിയാക്കൾ നല്ലവരാണെന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നീട് ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണം നമുക്ക് പിന്നീട് പറയാം. ഇപ്പം ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അവിടെ വിശദീകരിക്കുന്നില്ല. അതുപോലെ ഖവാരിജിൻ്റെ വിശ്വാസമുള്ള ചിലർ അതിൻ്റെ പരമ്പരകളിൽ ഉണ്ട്. ശ്രദ്ധിക്കുന്നില്ലേ? അതുപോലെ വേറെയും വിശ്വാസത്തിൽ തകരാറുള്ള സുന്നികളല്ലാത്ത ചില ആളുകൾ അതിൻ്റെ റിപ്പോർട്ടർ പരമ്പരകളിൽ ഉണ്ട്. അത് പഠിതാക്കൾക്കൊക്കെ അറിയാം. എന്നാൽ ബുഖാരിയുടെ സനദിൽ, സ്വഹീഹ് ബുഖാരിയുടെ ഒരു ഹദീസിൻ്റെയും സനദിൽ ആരില്ല?
മുർജിഉകൾ ഇല്ല. അത് ഇമാം ബുഖാരി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ കിതാബിൽ ഈമാൻ എന്ന് പറയുന്നത് ഖൗലും അമലുമാണ് എന്ന് പറയാൻ കൂട്ടാക്കാത്ത അഥവാ മുർജിഉകളായ ഒരാളുടെയും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ അസഹുൽ കുത്തുബി ബാദ കിതാബില്ലാഹി എന്ന് ലോകം പരിചയപ്പെടുത്തിയിട്ടുള്ള ഇമാം ബുഖാരിയുടെ ഗ്രന്ഥമായ ഈ ഗ്രന്ഥത്തിൽ ഈ വിഭാഗത്തെ പാടെ വർജിച്ചിരിക്കുകയാണ്. അവരുടെ ആദർശം സ്വീകരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അവർ നമുക്ക് കൈമാറിത്തരുന്ന ഒരു ഹദീസ് പോലും സ്വീകരിക്കാൻ പാടില്ല. ആ രീതിയിലുള്ള നടപടിയാണ് ഇമാം ബുഖാരി എടുത്തത്. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരിയോട് കടുത്ത പ്രതിഷേധമുള്ള ചില എതിർവിഭാഗക്കാരുണ്ട്. അതൊന്നും ഇപ്പോൾ വിശദമായിട്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് സമയം കിട്ടുകയാണെങ്കിൽ പറയാം. ഞാൻ ചില സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്, കിതാബുകളിലൊക്കെ, പിന്നീട് നിങ്ങൾക്ക് തരാം. അപ്പോൾ എന്തേ പറഞ്ഞത്? അതാണ് മുർജിഉകളോടുള്ള നടപടി. കാരണം മുർജിഉകളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി ഹദീസിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, പ്രവാചകൻ വ്യക്തമായി ഒരു വിഭാഗത്തെ ആക്ഷേപിച്ചത് ആരെ മാത്രമാണ്? ഖവാരിജിനെ മാത്രം. മുർജിഇനെ പറ്റി ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. പിഴച്ച 72 ഗ്രൂപ്പുണ്ട്, അതിലൊരു ഗ്രൂപ്പാണ് അന്നലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. എന്നിട്ട് പോലും ഖവാരിജുകളിൽപ്പെട്ട ചിലരുടെ ഹദീസ് ബുഖാരിയിലുണ്ട്, മുർജിഉകളിൽ ഒരാളുടേതും ഇല്ല. എന്തായിരിക്കും അതിൻ്റെ കാരണം? അങ്ങനെ വരാനുള്ള സാധ്യത. മറ്റത് റസൂലുള്ളാഹി നേരിട്ട് പറഞ്ഞതാ, കണ്ടാ കൊല്ലണം അല്ലേ, ഇന്നലെ വരെ പറഞ്ഞില്ലേ. അതുപോലെ പ്രവാചകൻ്റെ സദസ്സിൽ വന്നുകൊണ്ടാണ് ഒരാൾ എന്ത് ചെയ്തത്? ഇവരുടെ വല്യാപ്പ പറഞ്ഞത് എഴുതിൽ നീതി പാലിക്കണം അല്ലേ. എന്നിട്ട് പോലും ആ വിഭാഗത്തോട് കുറച്ചൊരു മയത്തിൽ പെരുമാറി, നേരെ എതിർ വിഭാഗത്തോട് വളരെ കാഠിന്യത്തിൽ പെരുമാറി. അതിൻ്റെ കാരണം എന്തായിരിക്കും? ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ കാരണം ഖവാരിജ് പ്രസ്ഥാനത്തിൻ്റെ ബുദ്ധിമുട്ട്, ഖവാരിജ് പ്രസ്ഥാനത്തെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ആർക്കാണെന്നറിയങ്ങൾ എവിടെയാണെന്നറിയോ? മിക്കവാറും ദുനിയാവിലാണ്. ദുനിയാവിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഖവാരിജ് എന്താ ചെയ്യാന്നറിയങ്ങൾ? എന്തെങ്കിലും ചെറിയ തെറ്റൊക്കെ കാണുമ്പോൾ ഓൻ കാഫിറാണ്, ഒരാൾ കള്ളുപിടിക്കുന്നുണ്ട ഓൻ കാഫിറാണ്, ഒരു ഭരണാധികാരി, മദ്യപാനിയായ ഒരു ഭരണാധികാരി ഓൻ കാഫിറാണ്, ഓനെ ഭരണത്തിൽ നിന്ന് ഇറക്കണം, ഓനെ ഭരണത്തിൽ നിന്ന് ഇറക്കണം, അട്ടിമറി ഉണ്ടാക്കണം. നിങ്ങൾ കേട്ടിട്ട് പല ലഹളകളും അട്ടിമറികളും ഒക്കെ. അപ്പോൾ ചില ആളുകൾ പറയാം ഓല് ഖവാരിജാണ്. ഇപ്പോൾ ഈ പ്രകടനത്തിനും അതുപോലെ പ്രതിഷേധത്തിനും ഒക്കെ പോകുന്ന ആളുകളെ പറ്റി ഖവാരിജ് എന്ന് പറയുന്ന ഒരു പ്രവണത എതിരാളികൾക്ക് പൊതുവേ ഉണ്ട്. ഇപ്പോൾ ബ്രദർഹുഡിനെ പറ്റി, അല്ലെങ്കിൽ അറബ് ലോകത്തുള്ള അറബ് വസന്തം എന്നൊക്കെ കേട്ടിട്ടില്ലായിരുന്നു. അറബ് വസന്തത്തിൽ പങ്കെടുത്ത കുറേ ആളുകളുണ്ട്. ശരിയോ തെറ്റോ എന്നുള്ളതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതിൽ പങ്കെടുത്തവരിൽ ബ്രദർഹുഡ് മുഴുവൻ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. സലഫികളിൽ ഒരു വിഭാഗം അതിൽ പങ്കെടുത്തിട്ടുണ്ട്. വസ്തുതയാണ്. ഈ പങ്കെടുത്തവരെ പറ്റിയൊക്കെ എതിരാളികൾ പറയുമെന്ത്? ഖവാരിജാണ്. എന്താ ഖവാരിജ എന്ന് പറയാൻ കാരണം? ഭരണാധികാരികളൊക്കെ കാഫിരീങ്ങളാന്ന് പറഞ്ഞു, അതുകൊണ്ട് അവർക്കെതിരിൽ പൊട്ടിപ്പുറപ്പെടണമെന്ന് പറഞ്ഞു, അവർക്കെതിരിൽ സായുധ പോരാട്ടം നടത്തണമെന്ന് പറഞ്ഞു. ഉണ്ടോ? അപ്പോൾ അവർ ഖവാരിജാണെന്ന് സങ്കല്പിക്കാം. സങ്കല്പിച്ചാൽ തന്നെ അവരെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നം ഇപ്പം എന്താ? ഇവിടുത്തെ അട്ടിമറിയും ലഹളയും അരക്ഷിതാവസ്ഥയും അരാജകത്വവും അല്ലേ? ഇവിടുത്തെ ജീവിതം താറുമാറാകും. എന്നാൽ മുർജിഉകളെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താ? മുർജിഉകളെ കൊണ്ട് ഇവിടുത്തെ ഭരണം നിലനിന്നു പോകും. കാരണം ഓല് ഏത് ഭരണാധികാരിയുടെയും ഏത് തമ്മാടിത്തരവും ഓരെന്ത് ചെയ്യും? ന്യായീകരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ ഇപ്പം ഇനി കള്ള് കുടിച്ചാൽ എന്താ? പിന്നെ വ്യഭിചരിച്ചാൽ എന്താ? കൊലപാതകം നടത്തിയാൽ എന്താ? പണ്ഡിതന്മാരെ മുഴുവനും ജയിലിലടച്ചാൽ എന്താ? ഇനി നമ്മളെ നാട്ടിൽ വേറൊരു വിഭാഗം സൂഫികൾ എന്ന് പറയുന്ന അശ്അരികൾ, നമ്മൾ സമസ്തക്കാരെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന പോലും ഇതേ നിലപാടാണ്. കബറിങ്ങ പോയി വീണാലെന്താ? അല്ലെങ്കിൽ മമ്പറത്തെ തങ്ങളെ വിളിച്ചാലെന്താ? ജാറം മൂടിയാലെന്താ? ജാറം കെട്ടിയാലെന്താ? ഒരു ലായിലായിലെന്ന് പറയുന്നവരല്ലേ? ഉണ്ടോ? അപ്പോൾ എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല എന്നൊരവസ്ഥയിലേക്ക് കാഫിറാക്കരുത് എന്ന് പറഞ്ഞിട്ട് ആളെ പേടിപ്പിക്കാം. ഞാനിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കണ്ടോലെ മുഴുവൻ കാഫിറാക്കണമെന്നൊന്നും അല്ല, മനസ്സിലായില്ലേ? പക്ഷെ കാഫിറിനെ കാഫിറാക്കണ്ടേ? കുഫർ ചെയ്തവനെ കാഫിറാക്കണ്ടേ? അത്ര നമ്മൾ പറയുന്നുള്ളൂ. ഇവർ പറയും
അങ്ങനെ പറ്റില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്, അല്ലെങ്കിൽ ഹൃദയത്തിലെ വിശ്വാസമാണ് ഈമാൻ എന്ന് പറയുന്നത്. അതുള്ള ഒരുത്തനെ കാഫിറാക്കുന്നത് ഖവാരിജിൻ്റെ സ്വഭാവമാണ്. അപ്പം ഞാൻ പറഞ്ഞ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അപ്പോൾ ഖവാരിജിനെ കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നം ഭൗതിക ലോകത്താണ്. ഒരട്ടിമറിക്ക് അടിയും പൊടി ഉണ്ടാക്കും, കൊലപാതകം ചെയ്യും, കാഫിറാണ് എന്ന് ഓർക്ക് തോന്നുന്നവരെ ഒരു തലവെട്ടും. അതാണ് ഇപ്പോൾ ഖവാരിജിൻ്റെ പ്രശ്നം. ഈ തലവെട്ടുക എന്ന് പറഞ്ഞാൽ വ്യക്തികൾ ഇൻഡിവിജ്വലിനെ പോയിട്ട് തലവെട്ടുന്ന പണിയൊന്നും അവർക്കില്ല. അവരുടെ കയ്യാങ്കളി ഭരണകൂടത്തിനെതിരാണ്, അട്ടിമറി. കാരണം ഈ ഭരണകൂടം ഉണ്ടായതുകൊണ്ടാണ് ജനങ്ങൾ മുഴുവൻ എന്താകുന്നത്, അവർക്കനുസരിച്ച് പറയേണ്ടി വരുന്നത്. അപ്പം ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള പൊട്ടിപ്പുറപ്പാട് തിരിഞ്ഞോ, എന്നിട്ട് ഭരണാധികാരിയെ ഇല്ലായ്മ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ആളുകൾ, പട്ടാളക്കാരും പോലീസുകാരും ഒക്കെ മരിക്കും. അല്ലാതെ നാട്ടുകാരെ കൊല്ലുക എന്നുള്ള നിലപാടൊന്നും ആർക്കില്ല, ഖവാരിജിനുള്ളതായിട്ട് നമുക്കറിയില്ല. പക്ഷെ ഭരണത്തിന് എതിരിൽ ശക്തമായിട്ട് പടപൊരുകും. അപ്പോൾ അവരെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നം എവിടെ വരുന്നത്? ഭൗതിക ലോകത്താണ്. പരലോകത്ത് പ്രശ്നമില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഭൗതിക ലോകത്താണ് അതിൽ ഏറ്റവും കൂടുതൽ ഇഫക്റ്റ്. കാരണം അവർ മതം ഓവറായതാണല്ലോ, അല്ലേ? എന്നാൽ അങ്ങനെ പൊട്ടിപ്പുറപ്പെടാൻ പാടുണ്ടോ? അതിൽ കുറേ വിശദാംശങ്ങളുണ്ട്, ഞാനതൊന്നും ഇപ്പോൾ പറയല്ല. പൊട്ടിപ്പുറപ്പെടാൻ പാടില്ലാത്തതാണ് ഭൂരിഭാഗം സമയങ്ങളും. എന്നാൽ പൊട്ടിപ്പുറപ്പെടൽ അനുവദനീയമായ സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. പൊട്ടിപ്പുറപ്പെടൽ അനുവദനീയമായ അപൂർവം സ്ഥലങ്ങളും ഉണ്ട്. വിശദമായിട്ട് ഇപ്പോൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഭൂരിഭാഗം സമയങ്ങളിലും പൊട്ടിപ്പുറപ്പെടാൻ പാടില്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച്. കാരണം സൈനികമായി നിരായുധരാണ് പ്രതിപക്ഷം. തിരിഞ്ഞില്ലേ? സൈനികമായി ദുർബലരായ ഒരു പ്രതിപക്ഷത്തിന് സൈനികമായി വൻ ശക്തിയായി നിൽക്കുന്ന ഭരണപക്ഷത്തിനെതിരിൽ പൊട്ടിപ്പുറപ്പെടുക എന്നത് എന്താണ്? ആത്മഹത്യാപരമാണ്. അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. എന്നാൽ മറുവശത്ത് മുർജിഉകളെ കൊണ്ടുള്ള പ്രശ്നം എന്തായിരിക്കും? വമ്പിച്ച പ്രശ്നമായിരിക്കും. കാരണം അവർ എല്ലാ വിഭാഗം തോന്നിവാസങ്ങളെയും ന്യായീകരിക്കും, അല്ലേ? ഭരണാധികാരി ആരാരും നമ്മൾ പ്രശ്നമില്ല, പേര് മാപ്പിളയായാൽ മതി. പേരെന്താണ്? പേര് തങ്ങളാ. ചില നാടൊക്കെ ഭരിക്കുന്നുണ്ട് തങ്ങന്മാർ. അതുപോലെ രാഷ്ട്രത്തിൻ്റെ പേര് തന്നെ തങ്ങൾ ഫാമിലി എന്ന. അപ്പോൾ രാഷ്ട്രമൊന്നും ഞാൻ പറയുന്നില്ല. അൽ മംലക്കത്തുൽ അറബിയത്തുൽ ഫുലാനിയ, തങ്ങന്മാരാ. ഓലാണ് ഇസ്രായേലിന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത്. എല്ലാവർക്കും അറിയുന്നതാണ്, ഒരു പ്രശ്നമില്ല, തങ്ങളാണല്ലോ. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടല്ലോ. പിന്നെ ബല്യരുന്നാക്ക് പള്ളിയിലും വരും. പിന്നെ മൗലൂദിനെ ആഘോഷിക്കാൻ വേണ്ടി റബീഉൽ അവ്വൽ 12 രാവിലെ തന്നെ ഒരു എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി പുതിയ കുപ്പായക്കെട്ട് വരും. അത് മതി. വേറെ ഇനി എന്ത് ചെയ്താലും വേണ്ടിയില്ല. മുസ്ലിം സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി മുസ്ലിം കുട്ടികളെ കൊല ചെയ്യപ്പെട്ടു. അതുപോലെ മുസ്ലിം പള്ളികൾ ബോംബിട്ട് നശിപ്പിക്കും, ഒന്നും പ്രശ്നമില്ല. കാരണം കാഫിറാവൂല. തിരിഞ്ഞോ? കാരണം ഇതൊന്നും ഈമാനല്ലല്ലോ. പള്ളി സംരക്ഷിക്കൽ ഈമാനല്ല, ദുർബലരെ സംരക്ഷിക്കൽ ഈമാനല്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖുൽ ഖൽബ്. ഈ സിദ്ധാന്തം ആദ്യം തന്നെ മെനഞ്ഞുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുർജിയത്തിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, അവർ ദീൻ ഒന്നായിട്ട് നശിപ്പിക്കും. ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറും. എന്ത്? നിസ്കാരമില്ലെങ്കിലും കാഫിറാവൂല എന്നല്ലേ പണ്ഡിതന്മാരൊക്കെ പറയണത്. കള്ളുടിച്ചാലും കാഫിറാവൂല എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ കുറച്ചൊക്കെ ഉണ്ട് കള്ളുടിക്കുക, അവസാനം തൗബ ചെയ്യുക, അല്ലേ? അവസാനം തൗബ ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം നമുക്കൊക്കെ ഉണ്ടാവും, ഇല്ലേ? ഇത് പൊതു മുസ്ലിമീങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഇർജായി ആറ്റിറ്റ്യൂഡാണ്. ഇർജായി, ഒരു ഓവർ പ്രതീക്ഷ എല്ലാത്തിലും. റജായിൽ നിന്ന് വന്നതല്ല ഇർജാ കേട്ടോ. റജാ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ എന്നാണ്. ഇർജാ എന്ന് പറഞ്ഞാൽ പിന്തിക്കുക എന്നാണ്, ഡിലേ ആക്കുക. പ്രതീക്ഷക്കുമുണ്ട് ഒരു ഉപാധി. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും തോന്നിവാസം ചെയ്തിട്ട് സ്വർഗത്ത് കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനെ പറ്റി പ്രതീക്ഷ എന്നല്ല പറയാം, അതിന് വ്യാമോഹം എന്നാ പറയാം. നമ്മൾ പുസ്തകം വായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ഇത് പറയണമല്ലോ, അത്യാവശ്യമായിട്ട് പറയേണ്ട ഒരു വിഷയമാണ്. തിരിയുണ്ടോ? പ്രതീക്ഷ എന്ന് പറയുന്നത് കള്ളും കുടിച്ച് പൊണ്ണും പൊടിച്ച് പലിശയും തിന്ന് പിന്നെ അള്ളാഹു ബഹുമാനിച്ചതിനൊക്കെ നിസാരപ്പെടുത്തി പോകുന്നവൻ എനിക്ക് സ്വർഗം വേണം അല്ലെങ്കിൽ ഈമാനോടുകൂടി മരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത് ശരിയല്ല.
അങ്ങനെ നമ്മളൊക്കെ ചെയ്യാറുണ്ടെങ്കിലും അങ്ങനെ പ്രതീക്ഷിക്കുന്നതിന് പ്രതീക്ഷ എന്ന് പറയില്ല. അതിനെന്തെന്നാ പറയുക? വ്യാമോഹം, ഉംനിയ. ലൈസ ബി അമാനിയിക്കും വല അമാനി അഹ്ലിൽ കിതാബ് മൻ യഅമൽ സൂഅൻ യുജ്സ ബി. സൂറത്തു നിസായിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങളുടെ വ്യാമോഹം നടപ്പില്ല, വേദക്കാരുടെ വ്യാമോഹവും നടപ്പില്ല. തിന്മ ചെയ്തവന് അതിൻ്റെ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. മൻ യഅമൽ സൂഅൻ യുജ്സ ബി. എന്നാൽ പ്രതീക്ഷ എന്ന് പറഞ്ഞത് ആരെ പറ്റിയാണ്? പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ വിശ്വാസവും അതിൻ്റെ പ്രതിഫലനങ്ങളും ജീവിതത്തിലുള്ളവൻ. ഒന്ന് രണ്ട് ആയത്തുകൾ നോക്കി നിങ്ങൾ. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹി ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്. കണ്ടോ? ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്. വിശ്വസിച്ചവർ, ഹിജ്റ പോയവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവർ, ഉലൈക യർജൂന റഹ്മത്ത്, അവരാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്നവർ. ഓൽക്ക് തന്നെ പേടിയാ. മനസ്സിലാണ്ടോ? ഈമാനുണ്ട്, ഹിജ്റ പോയിട്ടുണ്ട്, സ്വന്തം നാടും വീടും കുടുംബവും ഒക്കെ വലിച്ചെറിഞ്ഞ് ഹിജ്റ പോയിട്ടുണ്ട്. ഇപ്പോൾ ഹിജ്റൻ്റെ മാസമല്ലേ, മക്ക വിട്ട് മദീനയിൽ പോയി. എത്ര പ്രയാസമാണത്, ചിന്തിക്കുന്നില്ലേ? വജാഹദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് മരിച്ചവർ, ഓൽക്ക് തന്നെ എന്ത് പേടിയാണ്? നരകത്ത് പോന്ന് പേടിയാണ്. അതുകൊണ്ടാണ് ഓലെന്ത് ചെയ്യുന്നത്? ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്, നരകത്ത് പോകാതെ സ്വർഗത്തിലെത്തുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. തിരിയണങ്ങൾ വേറെയും ആയത്തുകൾ കാണാൻ കഴിയും. ഞാൻ ചുരുക്കാണ്. വലിയ കർമ്മങ്ങളും അമലുകളും ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. എന്ത്? അവരാണ് യഥാർത്ഥത്തിൽ പ്രതീക്ഷിക്കുന്നവർ. കാരണം അവർക്ക് പോലും പേടിയാണ്. നിങ്ങൾക്കറിയില്ല, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളുണ്ട്. അവർക്ക് വരെ പേടിയായി. അവർക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ് സ്വർഗത്തിൽ പോകുന്നു. എന്നാൽ പോലും അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു പേടിയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാറുണ്ടായിരുന്നു, മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റിൽ ഞാനുണ്ടോ? മുനാഫിക്കീങ്ങളുടെ പേരും പട്ടികയും ആരുടെ കയ്യിലുണ്ട്? ഹുദൈഫയുടെ കയ്യിലുണ്ട്. റസൂലിനെ പഠിപ്പിച്ചു കൊടുത്താൽ ഇന്ന ആളുകളൊക്കെ മുനാഫിക്കീങ്ങളാണ്. ഇത് വേറെ ആർക്കും അറിയില്ല. അപ്പോൾ ഹുദൈഫ എന്ത് ചെയ്യൂല? മുനാഫിക്കീങ്ങൾ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കൂല. കാരണം ഒരു കാഫിരീങ്ങളാണല്ലോ. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കും, ഏതെങ്കിലും മയ്യത്ത് വന്നാൽ ഹുദൈഫ ഉണ്ടോ നിസ്കരിക്കാൻ? ഹുദൈഫ ഉണ്ടെങ്കിൽ അദ്ദേഹം വരുള്ളൂ, ഹുദൈഫ ഇല്ലെങ്കിൽ വരൂല. കാരണം എന്താ? അത് മുനാഫിക്കാണ്. അപ്പോൾ ഇത് ഉമർ ഇബ്നു ഖത്താബിന് പേടിയായി. ഇപ്പോൾ ഞാനെങ്ങാനും ലിസ്റ്റിലുണ്ടാവുമോ? അപ്പോൾ ഒരിക്കൽ ചോദിച്ച്, ആ പട്ടികയിൽ ഞാനുണ്ടോ? ഇതാരാ ചോദിക്കുന്നത്? എല്ലാ ജിഹാദിലും പങ്കെടുത്ത, എല്ലാ സമരവും ചെയ്ത, എല്ലാ കർമ്മവും ചെയ്ത് ഉമറാണ്. അപ്പോൾ ആ പണിൻ്റെ പേരാണെന്ത്? പ്രതീക്ഷ എന്ന് പറയുന്നത്. അല്ല, പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാ തോന്നിയാൽ കടന്നുറങ്ങി പരീക്ഷൻ്റെ തലേന്ന് എഴുന്നേറ്റ് എനിക്ക് ഭക്ഷണം കിട്ടുമെന്ന് അതിന് പ്രതീക്ഷ എന്നല്ല പറയാം, വ്യാമോഹം എന്നാ പറയാം. തിരിയുണ്ടാവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടുവന്നത്, ഈ അമിതമായ വ്യാമോഹങ്ങൾ നൽകി മോഹിപ്പിക്കുന്ന സിദ്ധാന്തമാണ് ആരുടേത്? മുർജിഉകളുടേത്. അവർ മനുഷ്യൻ്റെ ദുന്യാവും ആഖിറവും നശിപ്പിക്കും. നിസ്കരിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, നോമ്പെടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, കള്ളുടിച്ചാലും പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല എന്നൊരു രീതിയിൽ. കാരണം ഈമാനം അതൊന്നും ഈമാനല്ലല്ലോ. ഈമാൻ എന്താണല്ലോ? ഹൃദയത്തിലുള്ളതാണല്ലോ. ഇതിങ്ങനെ പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. മുൻഗാമികളുടെ ശൈലി സ്വഭാവമൊക്കെ എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇളവ് നൽകിയ സംഗതികളിൽ പോലും നിങ്ങൾ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കൂലി കിട്ടുമെന്ന് പറഞ്ഞ ചില സംഗതികളുണ്ട്. ഇപ്പോൾ കണ്ണ് കാണാത്തവൻ, അവന് യുദ്ധം ചെയ്യൽ നിർബന്ധമില്ല അല്ലേ? ലൈസ അലൽ ആമ ഹറജ് വല അലൽ അറജ് ഹറജ് എന്ന് ഖുർആനിൽ കാണാം. കാലിന് മുടന്തുള്ളവൻ ജിഹാദ് എന്തില്ല, നിർബന്ധമില്ല. അവന് മനസ്സിലെ നെയ്യത്ത് നന്നായാൽ മതി. എൻ്റെ കണ്ണ് രണ്ടും ഓക്കെ ആയിരുന്നെങ്കിൽ ഞാൻ യുദ്ധത്തിൽ പോകുമായിരുന്നു എന്ന നെയ്യത്തുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? യുദ്ധത്തിൻ്റെ കൂലി കിട്ടും. ലാ യസ്തവിൽ ഖായിദൂന മിനൽ മുഅ്മിനീന ഗൈറു ഉലിൽ ളറരി ഗൈറു ഉലിൽ ളറരി ലാ യസ്തവിൽ ഖായിദൂന മിനൽ മുഅ്മിനീന ഗൈരി ഉലിൽ ളറരി വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫളലല്ലാഹുൽ മുജാഹിദീന ബിഅംവാലിഹിം വഅൻഫുസിഹിം അലൽ ഖായിദീന ദറജ. സൂറത്തു നിസാഇൻ്റെ 155 കാണുമായിരിക്കും. അതിൽ പറയണം എന്താ അതിൻ്റെ അർത്ഥം? ഗൈറു ഉലിൽ ളറർ അഥവാ എക്സ്ക്യൂസ് ഉള്ള, ന്യായമായ കാര്യകാരണങ്ങളുള്ള ആളുകൾ യുദ്ധത്തിന് പങ്കെടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം കേട്ടിട്ടില്ല നിങ്ങൾ? കണ്ണ് കാണാത്ത സഹാബിയായിരുന്നു. എന്നിട്ട് പോലും കണ്ണ് കാണാതിരുന്നിട്ട് പോലും നിങ്ങൾ യുദ്ധത്തിന് വന്നിട്ടില്ലെങ്കിലും യുദ്ധം ചെയ്തവൻ്റെ കൂലിയുണ്ട് എന്ന്
ഉള്ള അവസ്ഥയിൽ പോലും അദ്ദേഹം പറയും, യുദ്ധം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എൻ്റെ 2 കൈയും പിടിച്ചിട്ട് എന്ത് ചെയ്യണം, ഒന്ന് ഗ്രൗണ്ടിൽ കൊണ്ടുപോയി തരണം, എതിരാളികളുടെ എതിർപക്ഷത്തെ തന്നെ നിർത്തിത്തരണം. ഇതെന്തിനാ? കണ്ടോ, കർമ്മങ്ങളുടെ പ്രാധാന്യമാണ്, കർമ്മങ്ങളുടെ പ്രാധാന്യം. ബുഖാരിൻ്റെ ഹദീസിൽ കാണാം, ഇദാ മരിദൽ അബ്ദു ഔ സാഫറ കുതിബലഹു മിസ്ലുമാ കാന യഅമലുഹു മുഖീമൻ സ്വഹീഹ. ഒരു അടിമ രോഗിയാവുകയോ യാത്രക്കാരനാവുകയോ ചെയ്താൽ രോഗമില്ലാത്ത കാലത്തും യാത്രയില്ലാത്ത കാലത്തും അവൻ എന്തായിരുന്നോ ചെയ്തിരുന്നത് ആ ചെയ്തതുപോലെയുള്ള കൂലി അവനിപ്പം കിട്ടും. അതായത് 5 നേരം പള്ളി വരുന്ന ഒരാളായിരുന്നു, പെട്ടെന്ന് ഹോസ്പിറ്റലൈസ്ഡായി, പള്ളി പോകാൻ പറ്റില്ല. അപ്പോൾ അവനക്ക് എന്തിട്ടും ആ ഹോസ്പിറ്റലിലേക്ക് അള്ള കൊടുക്കുന്നത് 5 നേരം പള്ളിയിൽ പോയ കൂലി. നമ്മൾ പെണ്ണുങ്ങളെ പറ്റി പറയലുണ്ട്, പെണ്ണുങ്ങൾക്ക് പള്ളി പോലെ എന്തില്ല, പ്രത്യേക ആവശ്യമൊന്നുമില്ല. കാരണം എന്താ, ഒരു പള്ളി പോയാൽ എന്താ കിട്ടുക, കിട്ടുന്നത് അവിടെ കൊടുക്കും, ഒരേ കൊടുക്കും. അല്ല, ഇങ്ങനെ ചില ഓഫറുകൾ അള്ള കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ഓഫറുകളൊക്കെ ഉണ്ടായിട്ട് പോലും മഹാന്മാരുടെ ചിന്ത എന്താ, അത് നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ പള്ളിയിൽ പോകണം. വയസ്സും പ്രായമായ ആളുകൾ കയ്യും കാലും കുത്തിപ്പിടിച്ച് ആളുകളെ ചുമലിൽ സഹായം തേടിയിട്ട് പള്ളിയിൽ പോകലായിരുന്നു അവരുടെ പതിവ്. നിർബന്ധമൊന്നുമില്ല. അതാണ് കർമ്മങ്ങളുടെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ സമ്പത്ത് കൊടുക്കൽ, ദാനധർമ്മം അല്ലേ, ദാനധർമ്മം എപ്പോഴാണ് കൊടുക്കേണ്ടത്, കയ്യിൽ പൈസ ഉണ്ടാകുമ്പോൾ അല്ലേ. എന്നാൽ കയ്യിൽ പൈസ ഇല്ലാത്തപ്പോൾ പോലും ദാനധർമ്മം കൊടുക്കലാണ് ആരുടെ പതിവ്, മഹാന്മാരുടെ പതിവ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ആകപ്പാടെ ഒരു കാരക്കയുള്ളത്, ആ കാരക്ക എടുത്തിട്ട് വരുന്ന ആൾക്ക് കൊടുക്കുകയാണ് അല്ലേ. എത്ര കേട്ടിട്ടുണ്ട് നിങ്ങൾ? ഈ മാത്രമല്ല, അല്ലാഹു തആല പറയുകയും ചെയ്തിട്ടുണ്ട്, വല്ലദീന യുൻഫിഖൂന ഫിശ്ശറായി വല്ലറായി. ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കൊടുക്കുന്നവർ. ഇല്ലാത്തപ്പം കൊടുക്കാത്തതിന് അള്ളാഹു നമ്മൾ ആക്ഷേപിക്കോ? ആക്ഷേപിക്കൂല. എന്നാൽ പോലും വിശ്വാസികൾ എന്ത് ചെയ്യും, ഇല്ലാത്തപ്പോഴും കൊടുക്കും. എന്താ ഇല്ലാത്തപ്പോൾ കൊടുക്കൽ? ആകപ്പാടുള്ളത് കൊടുക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൻ്റെ അടുക്കൽ ആൾക്കാർ വരും എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അദ്ദേഹമാണെങ്കിൽ ഏതെങ്കിലും പള്ളിയിലെ ഖത്തീബോ ഇമാമോ ഖാദിയോ കോളേജ് അധ്യാപകനൊന്നും അല്ല, ആണെങ്കിൽ തന്നെ ശമ്പളം വാങ്ങാത്ത ആളാണ്. ഇബ്നു തൈമിയ്യനെ കേട്ടിട്ടില്ലേ? സലഫി പ്രസ്ഥാനത്തിൻ്റെ പതാകവാഹകൻ. അദ്ദേഹം ഒരു സ്ഥാപനത്തിലും ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്ന ആളല്ല, ശരിയുണ്ടോ? എന്നാലും കയ്യിലുള്ളതൊക്കെ കൊടുക്കും. ഒരു ദിവസം അയാളടുത്ത് ഇബ്നു തൈമിയ്യൻ്റെ അടുക്കൽ ഒരാൾ വന്നു, എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ ധരിച്ചിരുന്ന കുപ്പായം മൂരിക്കൊടുത്തു എന്നാണ് ചരിത്രത്തിൽ കാണാം. ഇത് കൊണ്ടുപോയി വിറ്റിട്ട് എന്തെങ്കിലും വാങ്ങിക്കുക. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അദ്ദേഹം കുറ്റവാളിയാണോ? അല്ല. എന്നിട്ടും അവർ കൊടുക്കുന്നത് എന്തിനാണ്? കർമ്മത്തിൻ്റെ കാരണം ഇതൊക്കെയാണ് ഈമാൻ എന്ന് പറയുന്നത്. ഉള്ളിൽ ഈമാൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. ഞാൻ അന്നേരം പറഞ്ഞിരുന്നത്, കാരണം ഈമാൻ എന്ന് പറഞ്ഞത് കേവലം ഒരു 2=2 എന്നുള്ള ഡ്രൈ ആയിട്ടുള്ള നോളജ് അല്ല. പിന്നെ അതൊരു വികാരമാകുന്നു. അതിൻ്റെ പ്രതിഫലനങ്ങൾ പുറത്തേക്ക് വരണം. വന്നിട്ടില്ലെങ്കിൽ ഓൻ ഹൃദയത്തിൽ ഈമാൻ ഉണ്ട് എന്ന വാദം വെറും പൊള്ളയായ വാദമാണ്, കാപട്യമാണ്, മുനാഫിക്കീങ്ങളുടെ നിലപാടാണ്. തിരിഞ്ഞോ? അപ്പോൾ മുർജിഉകളെ കൊണ്ടുള്ള പ്രയാസം എന്താണ്? ദുനിയാവും ആഖിറവും നശിച്ചു പോകുമെന്നതാണ്. തമ്മാടിയായിട്ടാണ് ജീവിക്കും. പ്രതീക്ഷയാണല്ലോ ഇത്, ഞാൻ പറഞ്ഞല്ലോ, വ്യാമോഹം. അപ്പോൾ ഇതാണ് മുർജിഉകൾ. ഈ മുർജിഉകളുടെ സിദ്ധാന്തം ആണ് ആരുടെയും സിദ്ധാന്തം. നമ്മളിപ്പോൾ മുർജിഉകളെ പറ്റി തോനെ പറയണ്ട, കാരണം യഥാർത്ഥ മുർജിഉകളില്ല ഇപ്പോൾ, അവരുടെ കാലം കഴിഞ്ഞു. എന്നാൽ മുർജിഉകളുണ്ടോ? ഉണ്ട്. അവരാണ് ഏറ്റവും ഭൂരിപക്ഷം. ഞാൻ പറയുന്നത് നിങ്ങൾ തലയിൽ കയറുന്നുണ്ടോ എന്നല്ല. അശ്അരികളുടെ ഒരു വലിയ ആൾ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച മുഹമ്മദ് ത്വാഹിർ ഇബ്നു ആഷൂർ എന്ന് പറയുന്ന തുനീഷ്യക്കാരനായ ഒരു വലിയ അശ്അരി പണ്ഡിതനുണ്ടായിരുന്നു. വളരെ പ്രസിദ്ധനാണ്, നല്ല പണ്ഡിതനാണ് അദ്ദേഹം. തഹരീർ വ തൻവീർ എന്ന് പറയുന്ന ഖുറാൻ വ്യാഖ്യാനത്തിൻ്റെ ഓദർ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും, ലൈബ്രറിയിൽ ഉണ്ടാവും. തഹരീർ വ തൻവീർ. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ പറയാണ്, സൂഫികൾ ഇർജാഇൻ്റെ വിശ്വാസത്തിൽ പെട്ടുപോയവരാണ്. സൂഫികൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അവരുടെ അതേ ആശയത്തിൽ തന്നെയാണ് ഭൂരിപക്ഷം ജനങ്ങളും ഉള്ളത്. ആ പറഞ്ഞത് ശരിയാണ്. കാരണം ഭൂരിപക്ഷം ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താ? ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, കർമ്മപ്പോൾ നമ്മളൊക്കെ ദുർബലന്മാരല്ലേ, അള്ളാഹു ഗഫൂർ റഹീം അല്ലേ, മരിക്കുന്നതിന് മുന്നേ തൗബ ചെയ്താൽ പോരെ, തൗബ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ ചിലപ്പോൾ അള്ളാഹു പൊറുക്കുന്നൊക്കെ ഇല്ലേ. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡാണ് ഭൂരിഭാഗം ജനങ്ങൾക്കും.
സുഖിയന്മാരുടെ മതമാണ് ഇർജാ. സുഖിയന്മാർ നടന്നില്ലേ, ഭരണാധികാരികളും അതുപോലെ ആഡംബരപ്രിയരും ചെത്തിപ്പൊളിച്ച് അടിച്ചു പൊളിച്ച് നടക്കണമെന്ന് വിചാരിക്കുന്ന ആളുകൾ, അവരുടെ മതമാണ് ഏത്? ഇർജാ. തിരിഞ്ഞില്ലേ? അതേ സമയത്ത് ഖവാരിജ് അങ്ങനല്ല. ഖവാരിജ് സുഖിയന്മാരല്ല. ഖവാരിജിൻ്റെ എത്രത്തോളം എന്നറിയോ? ഖവാരിജിൻ്റെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ പോലും ഇല്ല. ഖവാരിജിൽ എണ്ണപ്പെട്ട പണ്ഡിതന്മാരെ കാണാൻ കഴിയില്ല. എന്താ? പണ്ഡിതന്മാരുണ്ടായ ഓൽക്കൊരു പ്രത്യേക സ്ഥാനം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓലെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. ശ്രദ്ധിക്കണം പറയുന്നത്, വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും കിതാബ് വായിച്ചാൽ ഇത് കിട്ടൂല. ഒരാളെ പ്രസംഗത്തിലും ഇത് കേൾക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ വർഷങ്ങളുടെ പഠനത്തിൻ്റെ ഫലമാണ്. അപ്പോൾ ഖവാരിജ് പ്രസ്ഥാനത്തിൽ വലിയ വലിയ പണ്ഡിതന്മാരെ തപ്പിയാൽ കിട്ടൂല. എന്നാൽ പിന്നെ ഓലാരാ? അതൊരു ജനക്കൂട്ടാണ്. ഈ പിന്നെ മഴ പെയ്ത പാറ്റപ്പൊടി എന്ന് പറഞ്ഞിട്ട് പാറ്റപ്പൊടി ഒരു വിഭാഗം ആളുകൾ ഇങ്ങോട്ട് പൊട്ടിപ്പുറപ്പെട്ടതാ. കള്ളുകുടി പാടില്ല, വ്യഭിചാരം പാടില്ല, അഴിമതി പാടില്ല, അനീതി പാടില്ല, അങ്ങനെയുള്ള ഭരണകൂടം പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ചോരത്തളപ്പുള്ള ചെറുപ്പക്കാരിങ്ങോട്ട് വന്നതാ നീതിക്ക് വേണ്ടി. തിരിയുന്നില്ലേ? എല്ലാം ഈമാനാണ്. അതിൽ നമ്മൾ ഓക്കെയാണ്, എല്ലാം ഈമാൻ തന്നെയാണ്. പക്ഷെ എല്ലാം ഈമാനാന്ന് പറഞ്ഞിട്ട് കണ്ടം ചാടിപ്പോകാനും പാടില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പോലും, പ്രസിദ്ധരായ പണ്ഡിതന്മാർ അവർക്കില്ല. അവർക്ക് കിതാബില്ല. ഏതാ ഖവാരിജിൻ്റെ കിതാബ്? ഇല്ല. ഖവാരിജിൻ്റെ ആശയങ്ങൾ എന്താണെന്ന് പോലും കൃത്യമായി കിതാബിലൂടെ നോക്കിയിട്ട് പഠിക്കാൻ കഴിയൂല. എതിരാളികൾ പറഞ്ഞതേ ഉള്ളൂ. ഖവാരിജിൻ്റെ എതിരാളികൾ അശരികളായിട്ടും സലഫികളായിട്ടും അല്ലാത്തവരായിട്ടും എഴുതി വെച്ചത് നോക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ അധികവും പറയുന്നത്. കാരണം ഓൽക്ക് കിതാബില്ല. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം അങ്ങനെ പ്രത്യേകം പണ്ഡിതന്മാരൊക്കെ ഉണ്ടായാൽ എന്താണെന്നറിയാം? പണ്ഡിതന്മാരുടെ അവരെ പ്രത്യേകം ബഹുമാനിക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് ചില ഇജ്തിഹാദുകളും നിലപാടുകൾ ഉണ്ടാകും. ആ നിലപാടുകൾ ചിലപ്പോൾ അള്ള പറഞ്ഞതിനോട് എതിരാണെങ്കിലോ ഉണ്ടോ, അപ്പോൾ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. ചിലപ്പോൾ റസൂൽ പഠിപ്പിച്ചതിന് എതിരാണെങ്കിൽ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അപ്പം നമ്മളെ സിദ്ധാന്തത്തിന് വിലയില്ലല്ലോ. നമ്മളെ സിദ്ധാന്തം എന്താ? അള്ള പറഞ്ഞുകൊടുത്ത് കൃത്യം മുഹമ്മദ് നബി പഠിപ്പിച്ചതിൻ്റെ അപ്പുറപ്പുറം ഒരു നിലക്കും കടക്കാൻ പാടില്ല. ആര് കടന്നാലും ഓൻ്റെ തല വെട്ടണം. അതുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ സ്വന്തം മകളുടെ ഭർത്താവ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വരെ അവരെന്താക്കിയത്? കാഫിർ എന്ന് പറഞ്ഞത്. അത്ര തീവ്രതയാണ്. അതുകൊണ്ട് ഓൽക്ക് ഇതൊന്നുമില്ല. എന്നാൽ മുർജിഉകളോ? മുർജിഉകൾക്ക് വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്. ഓൽക്ക് ഒരു പ്രശ്നമില്ല. കാരണം ഏത് പണ്ഡിതം പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. തെറ്റിയാൽ എന്താ പ്രശ്നം? പണ്ഡിതന്മാരെ തഖ്ലീദ് ചെയ്യണം. അല്ല നമ്മളോട് പറഞ്ഞ് വലിയ വലിയ പണ്ഡിതന്മാർ മുർജിഉകളിലുണ്ട്. എന്നല്ല, ഞാനത് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തെറ്റായ ധാരണ വരാൻ സാധ്യതയുണ്ട്. നമ്മളെല്ലാം അറിയുന്ന ഒരു വലിയ പണ്ഡിതനാണ് അൽ ഇമാമുൽ ആളം എന്ന് പറയപ്പെടുന്ന അബൂ ഹനീഫ റഹിമഹുല്ലാ. ഇമാം അബൂ ഹനീഫയെക്കുറിച്ച് ചിലർ പറയുന്നത് അദ്ദേഹം അൽ ഈമാനു തസ്ദീഖുൻ വഖൗലുൻ, ഹൃദയത്തിലുള്ള വിശ്വാസവും നാവുകൊണ്ട് പറയുന്നതും മാത്രമാണ്. കർമ്മങ്ങൾ ഈമാനല്ല. അല്ലാഹു ആലം. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ പെശകാണെന്നുള്ളത് യാതൊരു സംശയവുമില്ല. അദ്ദേഹം വലിയ പണ്ഡിതനല്ലേ? വലിയ പണ്ഡിതനാണ്. നമ്മളൊരിക്കലും പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? അനാദരിക്കാൻ പാടില്ല. മദ്ഹബിൻ്റെ ഇമാമാണ്. പക്ഷേ ഈ നിലപാടിൽ അഹ്ലുസുന്നയുടെ കൃത്യം പോയിന്റിൽ അല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാണ് വലിയ ഒരു പറ്റം പണ്ഡിതന്മാരുടെ നിരീക്ഷണം. പക്ഷേ നമ്മളതിനെ നന്നായി വ്യാഖ്യാനിക്കുക, അത്രേ പറ്റുള്ളൂ കേട്ടോ. അദ്ദേഹത്തിൻ്റെ അനുയായികൾ എന്ന് പറയുന്ന ചില ആളുകൾ, ഹനഫികൾ എന്ന് പറയുന്ന ചില ആളുകൾ, പേരൊന്നും ഇപ്പോൾ ഞാനിവിടെ പറയുന്നില്ല, ആ ചില ആളുകൾ കുറച്ച് തീവ്രത കൂടിപ്പോയി. തീവ്രത കൂടിയിട്ട് സലഫിൻ്റെ നിലപാടുമായി മുന്നോട്ട് പോകുന്നവരെ ഖവാരിജ് എന്നുവരെ അവരാക്ഷേപിച്ചു. ഏതുപോലെ ഇമാം ബുഖാരിയെ, ആളെ പേരൊന്നും ഇപ്പോൾ ഞാൻ ഇവിടെ പറയുന്നില്ല, ഇമാം ബുഖാരി റഹിമഹുല്ലയെ വമ്പിച്ച രീതിയിൽ ആക്ഷേപിച്ച ഹനഫി തീവ്രവാദികളുണ്ട്. അതിൻ്റെ ഉദ്ധരണികളൊക്കെ അവരുടെ കിതാബുകളിൽ കാണാൻ കഴിയും. കാരണം എന്തുകൊണ്ട് ഇമാം ബുഖാരിനെ ആക്ഷേപിച്ചത്? ഇമാം ബുഖാരി മുർജിഉകളോട് കടുത്ത നിലപാടുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹദീസിൻ്റെ പരമ്പരയിൽ സനദിൽ ഒരാൾ പോലും ആരില്ല? മുർജിഉകൾ ഇല്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിന്. അപ്പം ഇതിൽ വലിയ മനപ്രയാസം ചില ഹനഫികൾക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങളൊക്കെ ഇപ്പം മുർജിഇൻ്റെ ലിസ്റ്റിലാണല്ലോ വരിക എന്ന ഒരു ഈ കുമ്പളങ്ങ കട്ടോൽക്ക് ഉണ്ടാവില്ല, തല തപ്പി വെക്കുക, എൻ്റെ തലമേൽ പൊടി ഉണ്ടോ, ഓനാണ് കട്ടത് എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു മനപ്രയാസം
തീവ്രവാദികളായ ചില ഹനഫികൾക്ക് ഉണ്ട്. അതൊരു സുഖിയന്മാരുടെ മദ്ഹബ, രാജാക്കന്മാരുടെ ഓരം പറ്റി ജീവിക്കുന്ന അങ്ങനെയുള്ള ചില ആൾക്കാർ. രാജാക്കന്മാരും ഭരണാധികാരികൾ എന്ത് ചെയ്താലും പ്രശ്നമില്ല, നമ്മൾ ഓരോ കൂടെ നിൽക്കണം, നിയമവ്യവസ്ഥിതി പാലിക്കണം എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആളുകൾ നിങ്ങൾ കേൾക്കാറുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു മദ്ഹബാണ് ഇത് മുർജിഇൻ്റെ മദ്ഹബ്. അതുപോലെ സൂഫികളുടെ ഖബറുമായി ബന്ധപ്പെട്ട വിഗ്രഹവൽക്കരണവും അമിതമായ ആദരവും ഒക്കെ നടത്തുന്ന സൂഫികൾക്കും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഏറ്റവും യോജ്യമായ മദ്ഹബാണ് ഇർജാഇൻ്റെ മദ്ഹബ്. കാരണം ഇപ്പോൾ ഖബറിനോട് സുജൂദ് ചെയ്താലും കാഫിറൊന്നും പറയണ്ട, ഏറിപ്പോയാലൊരു ഹറാമാണ്, തെറ്റാണ്, അത് അള്ളാഹ് പുറത്തു കൊടുക്കും. ഇങ്ങനെ എന്താ പറയുക, ലാഘവത്തോടു കൂടി കുറ്റകൃത്യങ്ങളെ കാണാൻ സഹായിക്കുന്ന നിലപാടാണ് ഇർജാഇൻ്റെ മദ്ഹബ്. എന്നാൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു സലഫിൻ്റെ മദ്ഹബ് അഥവാ അഹ്ലുസുന്നയുടെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാം ഈമാനാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് മാത്രം അല്ല, വാക്ക് ഈമാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഈമാനാണ്. പിന്നെ കൈകാലുകൾ കൊണ്ടുള്ള പ്രവൃത്തി, ഈ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പ്രവൃത്തിയുണ്ട്, നെഗറ്റീവുണ്ട്. നിസ്കരിക്കുക പോസിറ്റീവാണ്, കള്ള് കുടിക്കാതിരിക്കുക നെഗറ്റീവ്, ഇതെല്ലാം ഈമാനാണ്. ഇതാണ് ആരുടെ നിലപാട്? സലഫിൻ്റെ നിലപാട്. അത് പൂർവ്വകാലത്തെ പണ്ഡിതന്മാരൊക്കെ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറഞ്ഞത് ശിഷ്യന്മാർ ഉദ്ധരിക്കുന്നു. അൽ ഈമാനു ഖൗലുൻ വഅമൽ യസീദു വയൻഖുസ്. ഇമാം ഷാഫി റഹിമഹുല്ലാ സലഫിൻ്റെ നേതാവല്ലേ. ഇങ്ങനെ ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ ഈ നിലപാട് വ്യക്തമായി പറഞ്ഞത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് കിതാബുകളിലുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു സംശയം, ഈ സംശയമാണ് അശ്അരികളെ ഒരു വേള വ്യതിചലിക്കാൻ പ്രേരിപ്പിച്ചത്. എന്താണ് സംശയം? ഈമാൻ എന്ന് പറഞ്ഞ ഖൗലും അമലും എല്ലാം കൂടി കൂടിയതാണ് എന്ന് വരുമ്പോൾ, ഖൗലും അമലും വിശ്വാസവും എല്ലാം കൂടി കൂടിയതാണ് ഈമാൻ എന്നാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഇല്ലാതായിപ്പോയാൽ ഓന് എന്തില്ലാതായി? ഈമാൻ ഇല്ലാതായി. ഇപ്പോൾ ഉദാഹരണത്തിന് വിശ്വാസം ഇല്ലാതായിപ്പോയി. നല്ല നിസ്കാരമുണ്ട്, പക്ഷെ വിശ്വാസം ഇല്ല. ഓനെപ്പറ്റി നമ്മൾ എന്തെന്നാ പറയാ? കാഫിർ എന്നല്ലേ പറയാ, അല്ലേ? കാരണം ഇതെല്ലാം കൂടി കൂടിയതാണല്ലോ ഈമാൻ. ഇതില്ല. പേതുപോലെ ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ പിന്നെ ചായ എന്ന് പറയൽ എന്തിനാണ്? ചായ എന്ന് പറയുക ചായപ്പൊടിയും പച്ചവെള്ളവും ചേർന്നിട്ടുള്ള ഒരു മിശ്രിതത്തിനാണ് എന്തെന്ന് പറയാം. ഇത് രണ്ടും കൂടി കൂടിയാലാണ് ചായ ആവുക. ഓക്കെ, പക്ഷേ അതിൽ ചായപ്പൊടി ഇല്ലെങ്കിൽ നമ്മളതിന് പോയി ചായ എന്ന് പറയുമോ? വെള്ളമില്ലേ? വെള്ളം ഉണ്ടായിട്ട് കാര്യമില്ല. വെള്ളവും ചായയും കൂടി കൂടുമ്പോൾ എന്താവുക? ചായ ആവുക. ചായപ്പൊടി ഇല്ല, അപ്പോൾ അതിന് ചായ എന്ന് പറയില്ല. എന്നതുപോലെ നിങ്ങളിപ്പോൾ ഇതെല്ലാം കൂടി കൂടിയതാണല്ലോ ഈമാൻ എന്ന് പറയുന്നല്ലേ സലഫിൻ്റെ മദ്ഹബ്. എന്നാൽ ഓനക്ക് വിശ്വാസമില്ല, നിസ്കാരമുണ്ട്, ശരിയാണ്, ഓ മോമിനാണോ? മോമിനല്ല, അപ്പോൾ കാഫിർ. അല്ലെങ്കിൽ വിശ്വാസമുണ്ട്, നിസ്കാരമില്ല, അപ്പോഴോ കാഫിറായി. വിശ്വാസമുണ്ട്, വ്യഭിചരിക്കുന്നു, കാഫിറാണ്. വിശ്വാസമുണ്ട്, കള്ളത്തരം പറയുന്നു, കാഫിറാണ് എന്നല്ലേ വരിക, അല്ലേ? സലഫിൻ്റെ മദ്ഹബിനെ അക്ഷരവായന നടത്തിയാൽ, സലഫിൻ്റെ മദ്ഹബിനെ ഈ രീതിയിൽ പച്ചയായിട്ട് വ്യാഖ്യാനിച്ചാൽ നിസ്കരിക്കാത്തവൻ കാഫിർ, നോമ്പെടുക്കാത്തവൻ കാഫിർ, കള്ളുടിക്കുന്നവൻ കാഫിർ എന്നല്ലേ വരിക. അപ്പം പിന്നെ അത് ഖവാരിജിൻ്റെ സെയിം ആയില്ലേ? ഖവാരിജിനെ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്ത് കുറ്റകൃത്യം ചെയ്താലും കാഫിർ, പുണ്യകർമ്മങ്ങൾ എന്ത് തന്നെ ഉപേക്ഷിച്ചാലും കാഫിർ. അപ്പോൾ സലഫിൻ്റെ മദ്ഹബും ഖവാരിജിൻ്റെ മദ്ഹബും ഒന്നായല്ലോ. തിരിയുണ്ടോ? സലഫിൻ്റെ മദ്ഹബും ഖവാരിജിൻ്റെ മദ്ഹബും ഒന്നാകാൻ പാടുണ്ടോ? പാടില്ലല്ലോ. സലഫ് എന്ന് പറയുന്ന അഹ്ലുസുന്ന ഇസ്ലാമിൻ്റെ യഥാർത്ഥ രീതിയാണ്. ഖവാരിജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പുത്തൻ വാദപ്രസ്ഥാനമാണ്. അപ്പോൾ ഒന്നാകാൻ പാടില്ല. പക്ഷേ സലഫിൻ്റെ മദ്ഹബ് ഖവാരിജിൻ്റെ മദ്ഹബിനോട് തുല്യമായിട്ട് വരുന്നുണ്ട് എന്ന് ആര് നിഗമനം ചെയ്തു? അശ്അരികൾ വിവരമില്ലാത്തതുകൊണ്ട്, സലഫിൻ്റെ മദ്ഹബ് എന്താണ് എന്ന് ശരിക്കും പോലെ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് സലഫിൻ്റെ മദ്ഹബിനെ നിങ്ങൾ വഹാബികളും മൗദൂദികളൊക്കെ മനസ്സിലാക്കിയതുപോലെ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ പാടില്ല. കാരണം അങ്ങനെ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കുമ്പോൾ അതും ഖവാരിജും തമ്മിൽ വ്യത്യാസമില്ല. അപ്പം നമുക്കെന്ത് ചെയ്യണം? എന്നാൽ സലഫിനെ ഒഴിവാക്കാൻ പറ്റുമോ? സലഫിനെ ഒഴിവാക്കിയാൽ പിന്നെ ഇവർ തോട്ടിലാകും.
കാരണം ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ ബഹുമാനിക്കുന്നവരാണ് ആര്? സഹാബത്തും താബീങ്ങളും 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളും ഒക്കെ. ഓല നിലപാട് ഞങ്ങൾക്കില്ല എന്ന് തുറന്ന് പറഞ്ഞാൽ പിന്നെ ഇവർക്ക് അഡ്രസ്സ് ഉണ്ടാവില്ല. അപ്പം ഇനി ഇവർക്ക് അടുത്തൊരു പരിപാടി എന്താ? അതിനെ ചെത്തി മിനിക്ക് പാകപ്പെടുത്തുക. എന്നാൽ ഇതാണ് സലഫിൻ്റെ മദ്ഹബ് എന്ന് പറയുന്നത്. ഓൽക്ക് എപ്പോഴുള്ള പരിപാടി അതാ. അശ്അരികൾക്ക് എപ്പോഴുമുള്ള പരിപാടി അതാ. സലഫിൻ്റെ മദ്ഹബിനെ വക്രീകരിക്കുക. അതാണ് സലഫിൻ്റെ മദ്ഹബ് എന്നൊരു പറയും. എന്നാൽ അത് ഞങ്ങൾക്കുണ്ട് എന്ന് പറയും. പിന്നെ എന്തിനു വേണ്ടിയിട്ട്? ഓല് നേരത്തെ പോയി പെട്ടിട്ടുള്ള തെറ്റിദ്ധാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഓലെന്ത് ചെയ്തു? ഓല് ചെയ്തു. ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസവും വാക്കും പ്രവൃത്തിയും കൂടിയതാണ് എന്ന് സലഫ് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ അല്ല. പിന്നെന്താണ്? യഥാർത്ഥ ഈമാൻ വിശ്വാസം മാത്രം ആണ്. എന്നാൽ വാക്കിനെക്കുറിച്ചും പ്രവൃത്തിയെക്കുറിച്ചും ആലങ്കാരികമായിട്ടാണ് ഈമാൻ എന്ന് പറയുന്നത്. ആലങ്കാരികമായിട്ട് പറയുന്നതിനെ നമുക്ക് നിരാകരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അത് ചെയ്യാതിരിക്കുന്നതിന്. ഇപ്പം ഏതുപോലെ ഒരാൾ പിന്നെ നല്ല ധീരനായ ഒരു മനുഷ്യനെക്കുറിച്ച് നമുക്ക് എന്തെന്ന് പറയാം? പുലി എന്ന് പറയാം, അല്ലേ? ഇപ്പോൾ ഒരു സെയ്ദ് എന്ന് പറയുന്ന ആൾ, നമ്മൾ സാധാരണ കിതാബിൽ പറയുന്ന സെയ്ദുൻ അസദുൻ അല്ലെങ്കിൽ സെയ്ദുൻ ക അസദിൻ, അല്ലേ? സിംഹമാണെന്ന് പറയും. യഥാർത്ഥത്തിൽ ഓന് 4 കാലുണ്ടോ? ഓൻ ആരെയും കടിക്കോ? ഇല്ല. ഓൻ പിടിമൃഗാണോ? അല്ല. എന്നാലും ഓനെപ്പറ്റി അസദെന്ന് പറയാനുള്ള കാരണം എന്താ? ഓന് ധീരതയുണ്ട്. ആ ഒരു കാരണം കൊണ്ട് എങ്കിലതിനെ നിഷേധിക്കാനും പറ്റും. ഇപ്പോൾ സെയ്ദ് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് പറയാം, ഈ ക്ലാസ് റൂമിൽ സിംഹമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കളവ് പറഞ്ഞവനാവോ? ഇല്ല. കാരണം അത് ആലങ്കാരിക പ്രയോഗമാണ്. ആലങ്കാരിക പ്രയോഗത്തെ നിഷേധിക്കാം, അത് കളവാവില്ല. എന്നതുപോലെ നിസ്കാരം ഈമാൻ അല്ല എന്ന് പറയാം. ആലങ്കാരികാണ്. അല്ലാഹു ഖുർആനിൽ നിസ്കാരത്തെക്കുറിച്ച് ഈമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആലങ്കാരികാണ്. അപ്പം നമുക്ക് എന്തെന്ന് പറയാം? നിസ്കാരം ഈമാൻ അല്ല എന്ന് പറയാം. പറഞ്ഞൂടെ? അതാണ് ആലങ്കാരികത ഉണ്ടാകുമ്പോഴുള്ള വിശേഷണം. വ്യഭിചരിക്കാതിരിക്കൽ ഈമാനാണ് എന്ന് സലഫ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം അത് യഥാർത്ഥത്തിൽ അല്ല, പിന്നെ ആലങ്കാരിക. അപ്പോൾ വ്യഭിചരിക്കാതിരിക്കൽ ഈമാൻ അല്ല എന്ന് തന്നെ പറയാം. ഈ ഒരു മോഡിഫിക്കേഷൻ സലഫിൻ്റെ മദ്ഹബിൽ അവർ വരുത്തി തീർത്തു. അപ്പം ചുരുക്കി പറഞ്ഞാൽ എന്തായി? ചുരുക്കി പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് വന്നു. യഥാർത്ഥ ഈമാൻ എന്ന് പറയുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതെന്തായി? ചുരുക്കി പറഞ്ഞാൽ മുർജിഅത്തിൻ്റെ മദ്ഹബായില്ലേ? ഞാൻ പറയുന്നത് മനസ്സിലുണ്ടോ? സലഫിൻ്റെ മദ്ഹബിനെ ഈ സമുദായത്തിലെ ഏറ്റവും മഹോന്നതരായ സഹാബത്ത് താബിഈങ്ങളുടെ നിലപാടിനെ ഇവർ ചെത്തി മിനുക്കിയിട്ട് എന്താക്കി? മുർജിഇൻ്റെ മദ്ഹബാക്കി മാറ്റി. അഥവാ യഥാർത്ഥ ഈമാൻ എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഉള്ളിലുള്ളത് മാത്രമാണ്. ആ നിലപാട് ഞങ്ങൾക്കുണ്ടല്ലോ. അപ്പം ഞങ്ങളും സലഫും ഒന്നായി. കാരണം ഞങ്ങളീ നിലപാടും തന്നെയാണ് യഥാർത്ഥ ഈമാൻ മനസ്സിലുള്ളതാണ്. യഥാർത്ഥ ഈമാൻ മനസ്സിലുള്ളതാണെങ്കിൽ ആ മനസ്സിൽ ഈ സാധനം ഉള്ള കാലത്തോളം ഓനെ പറ്റി എന്തെന്ന് പറയാം? മുഅ്മിൻ എന്ന് പറയാം. തിരിണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആശയം ഞാൻ 100% വിശ്വസിച്ചു. നമ്മൾ ശ്രദ്ധിക്കാഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പിടുത്തം കിട്ടൂല. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ എൻജിനീയറിങ്ങും തിരിയണ്ട. ഇത് സാധാരണ ആരും കൈകാര്യം ചെയ്യാത്ത ഒരു വിഷയം കൂടിയാണ്. ഇത് എനിക്ക് 100% മനസ്സിൽ ഉണ്ട്. ഇനി കർമ്മങ്ങൾക്കും വാക്കുകൾക്കും ഒന്നും ഒരു പ്രസക്തി ഇല്ല എന്ന് പറയണ്ട. പക്ഷെ അതൊന്നും ഈമാനല്ല. ഈമാനിനോട് എതിരായിട്ട് വരുന്ന സംഗതികളും അവിടെ വരില്ല, വാക്കിലും പ്രവൃത്തിയിലും വരില്ല. അപ്പം ഒരു കാര്യം ചെയ്യുക, ഒരു ചോദ്യം. അടിയുറച്ച വിശ്വാസമുള്ള ഒരുത്തൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ അടിയുറച്ച വിശ്വാസമുള്ള ഒരുത്തൻ അള്ളാഹുവിനെ പരിഹസിച്ചാലോ? വാക്കുകൊണ്ട്, അവൻ്റെ ഹൃദയത്തിൽ തകരാറൊന്നുമില്ല, വാക്കുകൊണ്ട് അള്ളാഹുവിനെ പരിഹസിച്ചു, അല്ലെങ്കിൽ പ്രവാചകനെ പരിഹസിച്ചു, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ എടുത്തിട്ട് മൂത്രത്തിൽ ഇട്ടു, അവന് 100% വിശ്വാസമുണ്ട്. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. പക്ഷെ ബോധപൂർവം പരിശുദ്ധ ഖുർആൻ എടുത്ത് മൂത്രത്തിൽ ഇട്ടു. അതൊരു പ്രവൃത്തിയല്ലേ? അല്ലേ? മൂത്രത്തിൽ ഇട്ടു. എന്താ ഓനെപ്പറ്റി പറയാം? നമ്മൾ ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ പറയും ഓൻ കാഫിറാണ്, അല്ലേ? ഓൻ കാഫിർ. അശ്അരികളും പറയും കാഫിറാണ്. ശരി, പ്രശ്നമുണ്ട് ഇവിടെ. അശ്അരികൾ എന്താ പറയാ? നിങ്ങൾ ഓൻ കാഫിറാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓൻ യഥാർത്ഥ കാഫിറെന്നല്ല. പിന്നെ കുഫറിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു അടയാളം അവനിൽ ഉണ്ട്. കുഫറിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു അടയാളം
കാരണം യഥാർത്ഥ കാഫിറാന്ന് ഓനെ പറ്റി പറയാൻ നമുക്ക് അവകാശമില്ല. ഓൻ്റെ ഹൃദയത്തിൽ ഈമാനില്ലേ? ഹൃദയത്തിൽ ഈമാനുള്ള കാലത്തോളം ഓനെപ്പറ്റി പച്ചക്ക് കാഫിർ എന്ന് പറയാൻ പറ്റൂല. കാരണം ഇത് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഇത് കൈകൊണ്ട് ചെയ്യുന്ന പണിയാണ്. ഒരു പ്രവാചകനെ തന്നെ കൊന്നു നോക്കുക. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരുത്തൻ, ഓനാ വിശ്വസിക്കുന്ന നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് കൊന്നു നോക്കുക. മാദല്ലാഹ് ഓനെപ്പറ്റി പോലും കാഫിറാണ് എന്ന് ഹഖീഖത്തൻ പറയാൻ ആർക്ക് കഴിയൂല? അശ്അരികൾക്ക് കഴിയൂല. ഞാൻ വെല്ലുവിളിക്കുന്നു, എൻ്റെ ഈ ശബ്ദം റെക്കോർഡാണ്. കഴിയൂല. കാരണം ഓരോ സിദ്ധാന്തത്തിൽ പേച്ചു. ഈമാൻ എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് മാത്രമാണ്. ഓൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ മുഹമ്മദ് റസൂലുള്ളാഹി എന്നുണ്ട്. അതോടൊപ്പമാണ് ഓൻ പ്രവാചകനെ കൊല്ലുന്നത്, അല്ലെ പരിഹസിക്കുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനെ അവഹേളിക്കുന്നത്. അശ്അരിക്ക് കേരളത്തിലും പുറത്തും പറയാൻ കഴിയില്ല ഓൻ കാഫിർ അല്ല. അതിൽ ഓക്കെ, ഓൻ കാഫിർ തന്നെ എന്ന് പറയും. പക്ഷെ ചോദിക്കണം നമ്മൾ, ഓൻ കാഫിറാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ത് പറയും? അത് 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 അങ്ങനെ മുട്ടിക്കളിക്കും. കാരണം ഓൻ്റെ ഹൃദയത്തിലുള്ള ഈമാൻ ഊരിപ്പോയി എന്ന് ഇവന് പറയാൻ കഴിയില്ലല്ലോ. എൻ്റെ ഹൃദയത്തിലുള്ള ഈമാൻ എങ്ങനെ ഊരിപ്പോവാ? അതവിടെ ഉണ്ടാവില്ലേ? ഓൻ ഈ പണിയല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പം അവർ പറയുന്നതാണ് അമാറത്തുൽ കുഫർ. ഓരോ കിതാബിലൊക്കെ ഉണ്ടായാലും അങ്ങനെ അമാറ എന്നാണ് അടയാളം എന്ന് വെച്ചാൽ, ഒന്നും കൂടി ലളിതമായിട്ട് പറഞ്ഞാൽ അതൊരടയാളം മാത്രമാണ്. ഏതുപോലെ ഞാൻ പറഞ്ഞുതരാം. പുറത്ത് 2 ചെരുപ്പ് കാണുന്നുണ്ട്. ആരെ ചെരുപ്പ്? ഉസ്താദിൻ്റെ ചെരുപ്പാണ്. അപ്പോൾ ആൾക്കാരെന്താ വിചാരിക്കുക? ഉസ്താദ് ഇവിടെ ഉണ്ടാവും, അടയാളല്ലേ? ശരി, ഉസ്താദ് ഇവിടെ ഇല്ലാതിരുന്നൂടെ? ചെരുപ്പ് ഇവിടെ വെച്ച് ഉസ്താദ് ക്ലാസ്സിൽ കയറിയിരുന്നു, പക്ഷെ മൂപ്പര് പിന്നെ ചെരുപ്പിടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആയിക്കൂടെ? അപ്പം അടയാളം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അടയാളം ഏതൊന്നിൻ്റെ മേൽ അറിയിക്കുന്നു? അതിൻ്റെ മദ്ലൂൽ. ആ മദ്ലൂൽ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ഇപ്പോൾ ഖുർആൻ ചടിയിൽ മൂത്രത്തിലിട്ടാൽ അത് കുഫറിൻ്റെ അടയാളമാണ്, കുഫറിൻ്റെ അടയാളമാണ്. പക്ഷെ കുഫറിൻ്റെ അടയാളം ആകാതിരുന്നൂടെ? കാഫിറല്ല. ഉസ്താദ് ഇവിടെ ഇല്ല, ഉസ്താദ് ഇവിടെ ഇല്ല എന്ന സങ്കല്പം ലോജിക്കലാണോ? ലോജിക്കലാണ്, ഉണ്ടാവാം. എന്നതുപോലെ അശ്അരികളുടെ സിദ്ധാന്തം അനുസരിച്ച് ഖുർആൻ മൂത്രത്തിലിട്ടാലും ഈമാൻ ഉണ്ടാകാം. പ്രവാചകനെ തന്നെ കൊന്നുകളഞ്ഞാലും ഓൻ മുഅ്മിനായിരിക്കാം, പോസിബിലിറ്റി ഉണ്ട്. എന്നാൽ അഹ്ലുസുന്നത്തിനെ അതിന് കിട്ടൂല. മനസ്സിലായില്ലേ? വെറും മനസ്സിൻ്റെ ഉള്ളിൽ അതുണ്ട് 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 എന്ന് പറയുന്നത് കാര്യമില്ല. ചെയ്യാൻ പാടില്ലാത്ത കുറേ സംഗതികളുണ്ട്, അത് ചെയ്യാൻ പാടില്ല. അത് ചെയ്താൽ ഓൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അത് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, അതില്ലാത്ത ഫലമാണ്. ആ ഉള്ളതിന് എന്തില്ല? ഒരു വിലയും ഇല്ല. ആരെ പറഞ്ഞേ? അള്ളാഹ് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അത് നമുക്ക് കിട്ടും. കാരണം ഇത് വികാരമാണ്. വികാരം ഉണ്ടാകുമ്പം പുറത്തേക്ക് വരും. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, സയൻസ് പറയുന്നില്ലേ ഇപ്പം നിങ്ങൾ അതിന് ഹോർമോണെന്നും മറ്റുമൊക്കെ പറയുന്നു. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോകണ്ട, നമ്മൾ ഖുർആനിലേക്ക് തന്നെ വരിക. ഖുർആനിൽ അള്ളാഹ് പരിചയപ്പെടുത്തിയ കുറേ കാഫിര്യങ്ങളുണ്ട്. ഏറ്റവും വലിയ കാഫിർ ഇവരോടൊക്കെ നേതാവായ ഇബ്ലീസ്. ഇബ്ലീസിനെ പറ്റി അള്ളാഹ് ഖുർആനിൽ പറഞ്ഞെന്താ? ഇബ്ലീസ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലേ? റബ്ബി അൻളിർനീ ഇലാ യൗമി യുബ്അസൂൻ. ധാര പ്രാർത്ഥനയാ ഇബ്ലീസിന്. പടച്ച തമ്പുരാനെ, മമ്പർത്ത തങ്ങളെ നല്ല വിളിച്ചത്, ബദരീങ്ങളെ നല്ല. റബ്ബി അൻളിർനീ ഇലാ യൗമി യുബ്അസൂൻ. പടച്ചോനെ, ഖിയാമത്ത് നാൾ വരെ എനിക്കിനി ആയുർദൈർഘ്യം നൽകണം. ഉണ്ടോ? ആരാ പ്രാർത്ഥിക്കുന്നത്? ഇബ്ലീസ്. റബ്ബി എന്ന് പറഞ്ഞാൽ ഓനക്ക് ആ റബ്ബിൽ വിശ്വാസം ഉണ്ടായതല്ലേ. പിന്നെ എൻ്റെ ആയുസ് നീട്ടിത്തരാൻ എനിക്ക് മാത്രമേ കഴിയുള്ളൂ, അതുകൊണ്ടാണ് അള്ളാഹിനോട് ചോദിക്കുന്നത്. ഇബ്ലീസിനെ കാണും CM മടവൂർ ആയുസ് നീട്ടിക്കൊടുക്കുന്ന തോന്നിയിരുന്നെങ്കിൽ CM മടവൂരിനോടല്ലേ ചോദിക്കുക? അള്ളാഹിനോട് ചോദിക്കുന്നത്. അൻളിർനീ, എനിക്ക് ദീർഘായുസ് തരണം. ഏതുവരെ? ഇലാ യൗമി യുബ്അസൂൻ. അപ്പോൾ പരലോകമുണ്ട്. പരലോക ദിനം വരെ ആയുസ് നീട്ടിത്തരണം എന്ന് പറഞ്ഞാൽ പരലോക വിശ്വാസിയാണ്, അല്ലേ? ഇത് നീട്ടിത്തരാനുള്ള കഴിവ് ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അള്ളാഹു ഖാദിറാണ്. ചോദിക്കുന്നത് അള്ളാഹിനോടാണ്. അപ്പം അള്ളാഹ് ഉണ്ട്. ഉണ്ടോ? ഇത്രയും കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആളാണ് ആര്? ഇബ്ലീസ് എന്ന് ആ ആയത്തിൽ നിന്ന് കിട്ടൂലേ? എന്നിട്ട് ഓന മുസ്ലിമാ, മൂമിന, ഓൻ്റെ ആവശ്യം അള്ളാഹ് പൂർത്തീകരിക്കുകയും ചെയ്തു. കാല ഇന്നക മിനൽ മുൻദരീൻ. ഓക്കെ, എനിക്ക് ഖിയാമത്ത് നാൾ വരെ ജീവിക്കാനുള്ള പെർമിഷൻ.
ഏറ്റവും വലിയോൻ പോലും അശ്അരികളുടെ നിലപാടനുസരിച്ച് മൂമിന. അശ്അരികളുടെ നിലപാടനുസരിച്ച് വലിയ കാഫിർ പോലും മൂമിനായിരിക്കും. കാരണം അവൻ്റെ മനസ്സിൽ അതുണ്ട്. ഇനി ജൂതന്മാർ നസ്രാനികളെ പറ്റി അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. ജൂതനും നസ്രാനിയും മുഹമ്മദ് റസൂലുള്ളയാണ് എന്നത് ഓലെ മക്കളെക്കുറിച്ചുള്ള ബോധ്യത്തെ പോലെ ബോധ്യമാണ്. എൻ്റെ കുട്ടിനെ കണ്ടാൽ എനിക്കറിയാം എൻ്റെ കുട്ടിയാണ് എന്നതുപോലെ മുഹമ്മദ് നബിയാണ് എന്ന് ഇപ്രകാരത്തിൽ ബോധ്യമുള്ളവരാണ് ആര്? ജൂത നസ്രാനി. എന്നിട്ട് ഒരു മുസ്ലിമീങ്ങളാ അല്ല. ഇങ്ങനെ കുറേ ആൾ ഫറോവയെക്കുറിച്ച് പറഞ്ഞു, അവൻ്റെ അനുയായികളെക്കുറിച്ച് പറഞ്ഞു. ജഹദൂ ബിഹ, അവർ മൂസാ നബിയെ നിഷേധിച്ചു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു. പക്ഷേ വസ്തൈഖനത്ഹ അൻഫുസുഹും, ഓരോ ഹൃദയത്തിൽ എന്തുണ്ട്? വിശ്വാസമുണ്ട്. എന്നിട്ട് ഒരു മുസ്ലിങ്ങളാ. അപ്പോൾ കേവല ഹൃദയത്തിലെ വിശ്വാസം പോരാ, പ്രവർത്തികൾ വേണം. പ്രവൃത്തി ഇല്ലെങ്കിൽ കാഫിറാവും. ഒരായത്തും കൂടി പറഞ്ഞുതരാം. സൂറത്തു നിസാഇൻ്റെ 65 ഫലാ വറബ്ബിക ലാ യുമിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫി അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമ. അല്ലാഹ് പറയാം ഫലാ വറബ്ബിക്, സത്യം ചെയ്തുകൊണ്ട് പറയാം മുഹമ്മദ് നബിയെ, നിങ്ങളുടെ റബ്ബിനെ തന്നെ സത്യം. ലാ യുമിനൂൻ, അവർ വിശ്വാസികളല്ലേ അല്ല. അവരെന്ന് പറഞ്ഞാൽ ആര്? ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകൾ. ഏതുവരെ? ഹത്താ യുഹക്കിമൂക, അവർ നിങ്ങളെ ഹാക്കിമാക്കി വെക്കുന്നത് വരെ. ഹാക്കി എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണത്തിനുള്ള അധികാരം. ഇത് എപ്പോഴും നിങ്ങൾ പറയുന്ന ഒരു വിഷയമാണ്. നിയമനിർമ്മാണാധികാരം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ എന്ന് സമ്മതിക്കുന്നത് വരെ അവർ ആരല്ല? ഒരു മുഅ്മിനീങ്ങളല്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫി അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമ. ഒരു മുഅ്മിനീങ്ങളല്ല എന്നാണ് പറയുന്നത്. എന്തില്ലാത്തതുകൊണ്ട്? തഹക്കീം ഇല്ല. തസ്ലീം വയുസല്ലിമു തസ്ലീമ എന്നാ പറഞ്ഞാൽ അതിൻ്റെ അവസാനം തസ്ലീം. തസ്ലീം എന്ന് പറഞ്ഞാൽ എന്താ? അനുസരണ. അനുസരണ അല്ലേ? അനുസരണ ശിർക്ക് പറയില്ലേ? അപ്പോൾ അനുസരണയും ആരാധനയും അതുപോലെ അടിമത്വവും എല്ലാം അള്ളാഹുവിന് വകവെച്ച് നൽകുന്നത് വരെ അവർ മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ തന്നെയല്ല എന്ന് അള്ളാഹു ഖുർആനിൽ സത്യം ചെയ്തുകൊണ്ട് പറയാം. അപ്പോൾ കേവലം മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ഒരു സമ്മതം അല്ലെങ്കിൽ ഒരു ബോധ്യത്തിനെക്കുറിച്ചല്ല എന്തെന്ന് പറയുന്നത് ഈമാൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം വേണം. എന്നാൽ അതോടൊപ്പം നമ്മൾ ഖവാരിജുകളല്ല. അഥവാ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ തന്നെ കാഫിർ എന്ന് നമ്മൾ പറയുന്നില്ല. ഏതെങ്കിലും പ്രവൃത്തി ചെയ്യാതിരിക്കുന്നതിൻ്റെ പേരിലും കാഫിർ എന്ന് പറയുന്നില്ല. പിന്നെ അങ്ങനെ കാഫിർ എന്ന് പറയാൻ വേറെ ചില നിബന്ധനകൾ ഉണ്ട്. ആ നിബന്ധനകൾ മേളിക്കുമ്പോഴേ എന്ത് പറയുള്ളൂ? കാഫിർ എന്ന് പറയുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഈ ഖുർആൻ നിലത്തിട്ട് അവഹേളിച്ചു, അതൊരു പ്രവൃത്തിയല്ലേ? ആ പ്രവൃത്തി അത് കുഫറാണ്. അത് കുഫറാണെന്ന് നമ്മൾ പറയുന്നു, നമ്മൾ മാത്രമല്ല നിങ്ങളും പറയുന്നില്ലേ? അപ്പോൾ പ്രവൃത്തിയിലൂടെ കുഫറുണ്ട് എന്ന് ഞങ്ങളുടെ നിലപാടാണ്. നിങ്ങളും അത് സമ്മതിക്കാൻ നിർബന്ധിതരാണ്. പക്ഷെ നിങ്ങളത് സമ്മതിക്കുമ്പോൾ നിങ്ങളെ ഉള്ളിൽ വേറൊരു സംഗതി ഉണ്ട്. അതെന്താണ്? അത് കേവലം ഒരു കുഫറിൻ്റെ അടയാളം മാത്രമാണ്. ഒറിജിനൽ കുഫർ എന്ന് അതിനെപ്പറ്റി പറയില്ല. ഞങ്ങൾ പറയുന്നു അത് ഒറിജിനൽ കുഫറാണ്, അടയാളം മാത്രമല്ല, അത് ഒറിജിനൽ കുഫർ തന്നെയാണ്. ഇതിൽ നിന്ന് മനസ്സിലാകും അശ്അരികളുടെ മദ്ഹബ് മുർജിഉകളുടെ മദ്ഹബ് പോലെ തന്നെയാണ്. അത് അബദ്ധജടിലമാണ്. യഥാർത്ഥ ശരിയായ രീതി അഹ്ലുസുന്നയുടെ സലഫിൻ്റെ നിലപാട് ആണ്. അതോടൊപ്പം അത് ഖവാരിജിൻ്റെ മദ്ഹബിനോട് തത്തുല്യം അല്ല. ഇത്രയും തിരിഞ്ഞ്